നമ്മള് കുഞ്ഞച്ചിയുടെ മുടി വെട്ടി കളർ ചെയ്യാൻ പോവാണ്. കുഞ്ഞച്ചി നമ്മളൊരു മോഡേൺ ഗേളാക്കാൻ ഇപ്പൊ വേണമെങ്കിൽ കണ്ടോ, ഇനി ഇതുപോലെ ആയിട്ടില്ല. എപ്പോഴും ഒരുപോലെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അങ്ങനെ കുഞ്ഞുമ്മ കുറേ നാൾക്ക് ശേഷം ഹെയർ കട്ടൊക്കെ ചെയ്യാൻ പോവാണ്. അവിടെ ചെന്നപ്പോ ആ ഫാത്തിമ ഇതൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കണ്ടേന്ന്, ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാണ്ട് കുഞ്ഞുമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ കുഞ്ഞുമ്മനെ കൊല്ലാൻ നോക്കി. ഇതൊക്കെയാണ് ഇവളെ സ്വഭാവങ്ങൾ. അങ്ങനെ കുഞ്ഞുമ്മ ഹെയർ കട്ടൊക്കെ ചെയ്തു. കുറച്ചധികം ഷോർട്ട് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുഞ്ഞുമ്മയുടെ സ്വഭാവം അങ്ങോട്ട് മാറി. കുറച്ച് വെട്ടിയാൽ മതി മക്കളെ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഒരു പായസം കുടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തോ പാലട പായസം കുടിക്കാൻ വേണ്ടി ഒരു പൂതി. അങ്ങനെ പാലട പായസം കുടിക്കാൻ കയറി. പിന്നെ നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള വേറെ ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഹെയർ കളർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമ്മ കുറേ നാൾക്ക് ശേഷമാണ് ഹെയർ കട്ട് ചെയ്യണതും അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഹെയർ കളർ ചെയ്യണതും. കുഞ്ഞുപ്പാട് ആഗ്രഹിക്കുന്നു കുഞ്ഞുമാനെ അങ്ങനെ ഹെയർ കളർ ഒക്കെ ചെയ്ത് കാണണം എന്നുള്ളത്. കുഞ്ഞുമാക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ കുഞ്ഞുപ്പാട് എസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഹെയർ കളർ ഒക്കെ ചെയ്യാതിരുന്നിട്ട് കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈം ഫുൾ അങ്ങ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ ഹെയർ കളറൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. നേരിട്ട് കാണാനായിട്ട് കുറച്ചുകൂടി രസം. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഫാൻസി ഷോപ്പിലൊക്കെ പോകാണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ തറവാട്ടിക്ക് പോയി. അവിടെ സ്പെയിൻ ജയിച്ചുകൊണ്ട് തന്നെ മാമ എല്ലാവർക്കും കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് വിജയാഘോഷങ്ങളായിരുന്നു അവിടെ. ഞാൻ ഒന്നും മിണ്ടാണ്ട് സൈഡിൽ ഇങ്ങോട്ട് ഇരുന്നു. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മാമ ഞങ്ങളെ വീട്ടിലേക്ക് ആക്കി തന്നിട്ടുണ്ട്.